അർജുനേട്ടൻ ഈ അടുത്തെങ്ങാനും വീട്ടിൽ പോയിരുന്നോ? പെരുമ്പാവൂർക്ക്. എവിടെ വീട്? അച്ഛനും അമ്മയും പൗത്രനും വാടക വീട്ടിലല്ലേ? തറവാട് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് വീട് ഒഴിപ്പിച്ച് കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാ. കയറി വരൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ശിവജി എന്തോ സന്തോഷ വാർത്തയായിട്ട് വരുമെന്ന് അമ്മ പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാസർഗോഡ് വരെ പോയിരുന്നു. അവിടെ നിന്നും മുള്ളേരിയ വഴി സുള്ളിയേക്കൊരു റോഡുണ്ട്. സുള്ളിയ? അത് കർണാടകയിലല്ലേ? നമുക്ക് സുള്ളി വരെ പോകണ്ട. അതിനപ്പുറത്ത് പാണത്തൂർ എന്നൊരു ഗ്രാമമുണ്ട്. അതിന്റെ പകുതി ഭാഗം ഒരു ജന്മിയുടെ കൈവശമാണ്. അവിടെ ഇപ്പൊ ജന്മിത്തൊക്കെ ഉണ്ടോ? ഒരു ഭംഗിക്ക് വേണ്ടി ജന്മി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഭൂ ഉടമയുടെ പേരാണ് സദാനന്ദ ഷെട്ടി. അയാളുടേതാണ് XUV 500 എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഈ സദാനന്ദ ഷെട്ടിയുടെ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പാണത്തൂർ വരെ പോയിരുന്നു. സംഭവം ശരിയാ, അയാളുടെ കോമ്പൗണ്ടിൽ കിടപ്പുണ്ട് ആ XUV. ആ വാഹനമാണ് സാബിനെ കാണാതായ ദിവസം ബന്ദിപ്പൂരിനും ബസിലാവാടിക്കും ഇടയിൽ വന്നുപോയത്. രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റാ. അത് സദാനന്ദ ഷെട്ടി എന്ന ആളുടെ പേരിലുമാണ്. അയാളെ പിടിച്ച് ചോദ്യം ചെയ്താ എന്തെങ്കിലും വിവരം കിട്ടുമോ? അവിടെയാണ് പ്രശ്നം. അയാളൊരു ജന്മിയാണെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ അയാളുടെ പോക്കറ്റില്ല. അതുമാത്രമല്ല, അയാളുടെ ഒപ്പം 5-6 ബോഡി ഗാർഡ്സും ഉണ്ടാവും. അയാളെ ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടില്ല. നമ്മളൊരു 10 പേര് സംഘം ചേർന്ന് പോയാലോ? രക്ഷയില്ല. നമ്മള് മുള്ളേരിയ കിടക്കുമ്പോൾ അയാൾക്ക് വിവരം കിട്ടും. പിന്നെ നമ്മൾ തിരിച്ചുവരവൻ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. അയാൾ എന്തിനാ അന്നേ ദിവസം ബന്ദിപ്പൂരിനും ബസിലവാടിക്കും ഇടയിൽ വന്നു? അതെങ്ങനെ അറിയും? അതിനുള്ള വഴി കണ്ടുപിടിക്കണം. ശിവജിക്ക് എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സദാനന്ദ ഷെട്ടി അവിടുത്തെ നാടുവഴിയാണ്. ഒരാളെ കൊന്നാലും അയാളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. സുള്ളിയൊക്കെടുത്ത് അയാൾക്കൊരു തോട്ടമുണ്ട്. അവിടെ പോയോ? ഇല്ല, ഞാൻ അന്വേഷിച്ചറിഞ്ഞാണ്. പക്ഷെ അവിടെ എന്തൊക്കെയോ നടക്കുന്നുവെന്ന് മിക്കവർക്കും അറിയില്ല. അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഓ, അതൊന്നൊരു വിഷയമല്ല. എനിക്ക് വേറൊരു സംശയമുണ്ട്. കാസർഗോഡുകാരൻ എങ്ങനെ സാബുമായി പരിചയം? ഒരു ബന്ധവുമില്ലെങ്കിൽ അയാൾ ആ വണ്ടിയുമായി ബന്ദിപ്പൂർ ബസിലാവാട് റോഡിൽ വരേണ്ട കാര്യമില്ലല്ലോ. കൽപ്പനയുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതല്ല, യതിയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ സംശയങ്ങളെല്ലാം ഒരു വശത്ത്. അയാളുടെ കാർ അന്നാരെങ്കിലും മിസ്യൂസ് ചെയ്താണോ? അത് അന്വേഷിക്കണം. കാറ് നമ്പറിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് തിരക്കാം. പക്ഷേ സദാനന്ദ ഷെട്ടിയുടെ ബയോഡേറ്റയും ആ പ്രദേശവും സംഭവങ്ങളുമെല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ആളത്ര നിഷ്കളങ്കനല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ഞാൻ 2 ആഴ്ചക്കകത്ത് കണ്ടുപിടിച്ചോളാം. പിന്നെ സാബിന്റെ വീട്ടിലെല്ലാരും ഒത്തുപോകുന്നുണ്ടോ? അവിടെ തമ്മിലടി തുടങ്ങിയെന്ന് കേട്ടു. അടിച്ചിറക്കണമെങ്കിൽ പറഞ്ഞാ മതി, ഇറക്കി വിടാ എല്ലാത്തിനെയും. വേണ്ട ശിവജി, അദ്ദേഹത്തിന്റെ ബന്ധുക്കളല്ലേ. ഒരുമയില്ലെങ്കിൽ അവര് തമ്മിലടിച്ച് തീരട്ടെ. അതാ നല്ലത്. നമുക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. ഇനി എന്നാണ് കാസർഗോഡ് യാത്ര? ഒരു ദിവസം മുമ്പേ പറഞ്ഞ ഞാനും വരാൻ കൂട്ടിന്. വേണ്ട, അപകടം പിടിച്ചൊരു സ്ഥലത്തേക്ക് ഞാൻ ആരെയും കൊണ്ടുപോകാറില്ല. വെറുതെ കൊണ്ടുപോയി അവിടെ തലവെച്ച് കൊടുക്കണോ? ഞാൻ പോകുന്നത് വെറുതെ അല്ല. ഒന്നുകിൽ സാബ് ഷെട്ടിയുടെ തടവറയിലുണ്ട്, അല്ലെങ്കിൽ യതിയുണ്ടാവും. രണ്ടിലൊരാളെ ഷെട്ടി പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ട്. ഹലോ, ഇത് ഞാനാ നീരജ. ഇത് വേറൊരു നമ്പറാ. എന്റെ ഫോൺ വെള്ളത്തിൽ വീണ് ജാമായി. അയ്യോ, ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുത്. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മാത്രം ഫോൺ എടുത്താൽ മതി. ആ ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ
ഏതാടി ഈ ഫോൺ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ആദ്യം ഫോണിങ് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഫോൺ നോക്കാൻ നിനക്കെന്താ കാര്യം? നിന്റെ ഫോണോ? ഈ വീട്ടിൽ വന്നപ്പോ നിന്റെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നല്ലോടി. സത്യം പറയടി, എന്റെ ഫോൺ അടിച്ചു മാറ്റിയതല്ലേ നീ? പിന്നെ എനിക്കെന്തിനാ നിന്റെ ഫോൺ? അവിടെ നിക്കടി കള്ളി. എന്റെ ഫോണും കൂടി തന്നെ. ഫോണും കൂടി തരാൻ. എന്റെ ഫോണും കൂടി തരാനല്ലേ പറഞ്ഞത്? തരാനല്ലേ പറഞ്ഞത്? അത്രയ്ക്കായോടി നീ? നീ എന്നെ തല്ലുവല്ലേ? എന്താ വിജിത ഇവിടെ? എന്താന്ന്? മാറങ്ങോട്ട്. എന്റെ ഫോൺ കട്ടെടുത്തതും പോരെന്നതേ ഇവളെന്നെ അടിച്ചു. ആഹാ, തെണ്ടിക്കേറി വന്നവൾ അത്രയ്ക്കായോ? നീ എന്റെ മോളെ തല്ലുവല്ലേ? കുഞ്ഞമ്മേ, എന്റെ മോളെ തൊട്ടാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും സുധേ? വിജിതയുടെ ഫോൺ കട്ടെടുത്തതിനാ നിന്റെ മോളെ തല്ലിയത്, ചുമ്മാതല്ല. ഫോണൊന്നും എടുത്തെന്ന് കരുതി നീ എന്റെ മോളെ അടിക്കോടി? മോക്കിട്ട് മാത്രല്ല, വേണ്ടി വന്ന അമ്മ കിട്ടും രണ്ടെണ്ണം തരും. ആഹാ, നീ അത്രയ്ക്കായോ? എങ്കിൽ അത് തന്നെ ഒന്ന് കറക്റ്റടി. ചോണയുണ്ടെങ്കിൽ അടിക്കടി. ഇവിടെ അടിക്കാൻ. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്. നാളെ നിങ്ങൾക്ക് ഇങ്ങനെ തമ്മിൽ തല്ലൂടെ. അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ചിട്ട് പിന്നെ പട്ടിക്ക് മുറിവുറപ്പെന്ന് പറഞ്ഞു എടുത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് നിന്റെ അരിയും വേണ്ട, ആശാരിച്ചും വേണ്ടടി. ഈട് വെച്ച ആധാരം തിരിച്ചു തന്നേക്ക്. ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയിക്കോളാം. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് മാറി. ഇനി എന്റെ മോളെ തൊട്ടാലുണ്ടല്ലോ, അപ്പോഴേ ഉള്ളൂ. ചൂട് കുറഞ്ഞു. ആ, ഇനി മതി. വാ. വാ. അവരിൽ ആരെങ്കിലും വിചാരിച്ച നമ്മളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? അവർക്ക് ജീവനി കൊതിയില്ലേ? നിനക്ക് മാത്രം ജീവിച്ചാ മതിയോ? അവൻ എന്റെ കൂടെ വരട്ടെ, ഞാൻ കൊടുക്കാൻ ജോലി. നിന്നെ ആര് വിശ്വസിക്കൂടി? അതിനേക്കാൾ ഭേദം സദാനന്ദൻ തന്നെയാ. ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്നുള്ളല്ലേ നീ? നമ്മൾ യോജിച്ചു നിന്നാ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയാം. യോജിക്കാം. ഇനിയെങ്കിലും നീ സത്യം പറ. നീയും സദാനന്ദനും തമ്മിൽ എന്താ കണക്ഷൻ? നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? സത്യം പറഞ്ഞാ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തൂ. ആദ്യത്തെ ചാൻസിൽ ഞാൻ രക്ഷപ്പെടും, അത് കഴിഞ്ഞിട്ട് തന്നെ. ആദ്യത്തെ ചാൻസിൽ തന്നെ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണം. ആദ്യം നീ ചോദിച്ചതിന് ഉത്തരം പറ. എന്റെ ചേച്ചിയുടെ ഭർത്താവാ സദാനന്ദ ഷെട്ടി. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യ. നിന്റെ ചേച്ചിയുടെ പേര് വന്ദന എന്നായിരുന്നില്ലേ? സദാനന്ദ ഷെട്ടിക്ക് ഭാര്യയുടെ അനിയത്തിയോട് വൈരാഗ്യം തോന്നാൻ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചേ. എന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചു. നീ പറയുന്ന കേട്ടാ തോന്നും അതൊഴികെ ബാക്കി നീ ചെയ്തതെല്ലാം ശരിയായിരുന്നെന്ന്. നീ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ ജനിച്ച പിന്നെ. എന്ത് ക്രൂരതയാ നീ നിന്റെ ചേച്ചിയോടും ഷെട്ടിയോടും ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കുടുംബം കർണാടകയിലെ കുടകിൽ നിന്നും കാസർകോട്ടേക്ക് കുടിയേറി വന്നവരാ. എന്റെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ കുടകിലായിരുന്നു താമസം. വീടും വസ്തുവൊക്കെ അവിടെയായിരുന്നു. കൊടകിലെ കാപ്പിത്തോട്ടങ്ങളല്ലേ കൂടുതല്? അതെ. എന്റെ അമ്മയുടെ പേരിലൊരു കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മ ഇഷ്ടദാനം കൊടുത്തതാ. പെൺമക്കൾക്ക് അതിന്റെ അവകാശം. അമ്മ രോഗിയായി കിടന്ന സമയത്ത്
അമ്മയോട് ഞാൻ ചോദിച്ചു ആ തോട്ടം എനിക്ക് തന്നേക്കാമോന്ന്. അമ്മ പറഞ്ഞു വന്ദനയ്ക്കും എനിക്കും തുല്യ അവകാശമാണെന്നും അമ്മ മരിച്ചു കഴിയുമ്പോൾ പങ്കിട്ടെടുത്തോളാനും. അതാണല്ലോ ശരി. പിന്നെന്ത് സംഭവിച്ചു? അമ്മ മരിക്കുന്നതിന് മുൻപ് വന്ദന മരിച്ചു. അതെങ്ങനെ? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് അറ്റാക്ക് വന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? ആ ശരി, ബാക്കി പറ. കുറെ നാൾ കഴിഞ്ഞ് അമ്മയും മരിച്ചു. കുടകിലെ തോട്ടം എന്റെ പേരിലായി. ചേച്ചിയുടെ ഓഹരി സദാനന്ദന് വേണം. കൊടുക്കില്ലെന്ന് ഞാനും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പിണങ്ങി. പോരാ, സദാനന്ദനെ പ്രകോപിപ്പിക്കാൻ ഈ കാരണങ്ങളൊന്നും പോര കൽപ്പനെ. അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ തോട്ടം കൈവശപ്പെടുത്താൻ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ കൊന്നുവെന്നാ. അങ്ങനെ വെറുതെ ആരെങ്കിലും പറയൂ? പറഞ്ഞാൽ അത് സത്യമാവോ? ഞാൻ വന്ദന ചേച്ചിക്ക് എന്തോ പോയിസൺ കൊടുത്തു അത്രേ. അങ്ങനെയാണ് ചേച്ചി പെട്ടെന്ന് ഹാർട്ട് പേഷ്യന്റ് ആയതെന്ന്. അധികം വൈകാതെ മരണം സംഭവിക്കുകയും ചെയ്തു. ഇത് അയാളുടെ കുറ്റപത്രം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ചേച്ചിക്ക് ആസ്മ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ട് കൂടുമ്പോ കഴിക്കാൻ ഒരു സിദ്ധന്റെ കുറിപ്പടി അനുസരിച്ചുള്ള ഒരു ലേഹ്യം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചിട്ടാ ചേച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്ന സദാനന്ദന്റെ കണ്ടുപിടുത്തം. ആ ലേഹ്യത്തിൽ നീ വല്ലതും ചേർത്തിരുന്നോ? മർക്കുറി, കറുത്തീയം? ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇതെന്നാ ഈ സംഭവം നടന്നേ? 16 വർഷം മുൻപാ. എന്നിട്ട് ഇപ്പോഴാണോ അയാൾക്ക് മനസ്സായേ ഭാര്യയുടെ മരണത്തിന് കാരണക്കാരി നീയാണെന്നും? ചേച്ചി മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ അയാൾക്കെന്തോ തെളിവ് കിട്ടിയത്രേ. അപ്പോഴേക്കും സഞ്ജയുടെ ചേട്ടനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ ഞാനും സഞ്ജയും ജയിലിലായി. ഓ, ഇപ്പൊ എല്ലാം മനസ്സിലായി. നിങ്ങൾ ജയിലിൽ നിന്നിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു സദാനന്ദ ഷെട്ടി. കഴിഞ്ഞ 14 വർഷവും നിന്നോടുള്ള പക അയാൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. കൊള്ളാം. സഞ്ജയ് കൂടി ജയിലിൽ നിന്നിറങ്ങാൻ കാത്തിരിക്കയാള്. അപ്പൊ നിനക്ക് കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യും. നിന്റെ കെട്ടിയോനും രക്ഷയില്ല. സദാനന്ദൻ അവന്റെ തലയെടുക്കും. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പല്ലേ? സ്വത്തിനു വേണ്ടി സ്വന്തം സഹോദരനെ കൊല്ലാൻ മടിക്കാത്തവന് കൂട്ടുന്ന ഭാര്യയല്ലേ നീ? നീ നിന്റെ കൂടപ്പുറപ്പിന് സ്വത്തിനു വേണ്ടി അത് ചെയ്തിരിക്കും. 3 തരം അത്. ആസ്മയുടെ മരുന്ന്. പക്ഷെ അത് കഴിച്ചിട്ട് ചേച്ചിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. അതെ, പക്ഷേ ചേച്ചിയുടെ വലി പെട്ടെന്ന് തീർന്നല്ലോ. നല്ല മരുന്നല്ലേ? സ്റ്റോക്ക് ഉണ്ടോ ഇപ്പോഴും ആ സാധനം? കൽപ്പനെ, നീ അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെ നിന്നോ. സദാനന്ദൻ നിനക്ക് വെച്ചിട്ടുണ്ട്. ഒട്ടും കുറയാതെ തന്നെ കിട്ടും. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. സ്വത്ത് തിരികെ പിടിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇത് വെറും സ്വത്തിന്റെ മാത്രം പ്രശ്നമല്ല മേം സാബ്. മേം സാബിനെയും ശീതളിനെ ഇറക്കി വിട്ടിട്ട് അവന്മാര് സാബിന്റെ വീട്ടിൽ താവളം അടിച്ചിരിക്കുകയല്ലേ. എല്ലാവരെയും അടിച്ചോടിച്ചിട്ട് ആ വീട് നമുക്ക് തിരികെ പിടിക്കണം. അതിന്റെ സമയം വരട്ടെ ശിവജി. ഇപ്പൊ നമ്മൾ ശത്രുക്കൾക്ക് തമ്മിൽ തല്ലാനൊരിടം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. അങ്ങനെ കരുതിയാ മതി. തമ്മിൽ കൈകോർക്കാനും ശത്രുക്കൾക്ക് അതൊരു നല്ല താവളാമോ? അതോ ഓർമ്മ വേണം. അവര് പണ്ടേ കൈകോർത്തവരല്ല ആന്റി. ഇനി നമ്മൾ ഓരോരുത്തരെ ഒറ്റപ്പെടുത്തി ആ വലയത്തിന് പുറത്തു കൊണ്ടുവരണം. അത് കഴിഞ്ഞാ നമ്മുടെ ജോലി എളുപ്പമായി. ഓക്കെ മേം സാബ്, ഓരോരുത്തരുടെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ. ചന്ദ്രമോഹൻ കൗശലക്കാരനും പണക്കുതിയനുമാണ്. ജയശീലൻ ഭാര്യയുടെ താളത്തിന് തുള്ളുന്നവനും. ഹരീഷിന്റെ ദൗർബല്യം അറിയാമല്ലോ. ഓരോരുത്തർക്കും പറ്റിയ ചൂണ്ട നമ്മൾ തയ്യാറാക്കി വെക്കണമെന്നേ ഉള്ളൂ. അവരെ 3 പേരെയും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക. ശിവജിയും അർജുനേട്ടനും സുധീഷും കൂടി ആലോചിച്ച് അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നമ്മുടെ അന്വേഷണം ഇപ്പോ സദാനന്ദ ഷെട്ടി വരെ എത്തി നിൽക്കുക. ഇനി അങ്ങോട്ട് ജാഗ്രതയോടെ നീങ്ങണം. സൂക്ഷിക്കണം ശിവജി. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു നാട്ടുരാജാവാണ് അയാളെന്നല്ലേ കേൾക്കുന്നത്. ഞാനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ മേം സാബ്, പ്രത്യേകിച്ചും എന്റെ തമ്പി സാബിന് വേണ്ടിയാവുമ്പോ. പിന്നെ മോളെ പ്രത്യേകം ശ്രദ്ധിക്കണേ മേം സാബ്. കൽപ്പന ഇപ്പോഴും ഒളിവില്ല. അവളിൽ നിന്നുള്ള ഭീഷണി ഇപ്പോഴും ഒഴിവായിട്ടില്ല. കൽപ്പനയുടെ ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിയോ ശിവജി? സഞ്ജയന്റെ ശിക്ഷാ കാലാവധി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ അയാൾ പുറത്തിറങ്ങിയേക്കും. അയാളും കൽപ്പനയെ ഒന്നിച്ച അത് വലിയൊരു പ്രശ്നമാണ്. നമുക്കെതിരെ അവർ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല.
ശീതളിന്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട ശിവജി. അവളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഓക്കെ ബഹൻ, എന്നാ ഞാൻ പോയിട്ട് വരാം. ആ, എന്താ മോളെ? എന്താ ഇത്? ഓക്കെ മോളു, നിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഗണേശ ഭഗവാൻ എന്നെ എപ്പോഴും രക്ഷിക്കും. വരട്ടെ മേം സർ. ചുമ്മാ വെള്ളം തിളപ്പിച്ച് ഗ്യാസ് കളയാ. എന്തു സുഖേടാണെന്ന് അറിയില്ല. ഇതെന്തിനാ ഞാൻ അടുപ്പത്ത് വെച്ച കലോടുത്ത് മാറ്റിയത്? അത് വെറുതെ ഇരുന്ന് വെട്ടിത്തിളക്കായിരുന്നു വിജിതേ. തിളച്ചോട്ടെ, നിങ്ങൾക്ക് എന്തോ നഷ്ടം? വെറുതെ എന്തിനാ ഗ്യാസ് കളയുന്നേ? വെറുതെ ഒന്നുമില്ല, ഞാൻ അരി അടുപ്പത്തിടാൻ വെച്ചിരുന്ന വെള്ളവാ. ഈ കറി ഇപ്പൊ വേവുമല്ലോ, ഇത് മാറ്റുമ്പോ അത് വെച്ചാ പോരെ? പോരാ, ഞാൻ എപ്പ അരി ഇടണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? നീ എന്താണ് മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ? നീ ഏത് കാട്ടിന്ന് വന്നവളാടി? ഇത് ഞങ്ങളുടെ സ്റ്റൗവാ, നിങ്ങൾക്ക് വേണമെങ്കിലേ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോടി ഇത്? അല്ലല്ല, നരേന്ദ്രന്റെ വകയല്ലേടി ഇത്? ദേ, ഈ കുക്കർ എടുത്ത് മാറ്റുന്നുണ്ടോ? എനിക്ക് ചോറ് വെക്കണം. നിനക്ക് ഉച്ചക്കത്തേക്കല്ലേ ചോറ്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മതി അത്. അയ്യോ, എനിക്കിപ്പൊ ചോറ് വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കണം. അതവിടെ വെക്കേ. നിനക്ക് എന്തിനാ കേടാടി? ഇവിടെ വേറൊരു സ്റ്റൗ ഉണ്ടായിരുന്നല്ലോ, നീ ഇത് എവിടെ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചടി? നിങ്ങൾക്ക് ഒന്നിനും ഒരു വിലയില്ല. ആ സ്റ്റൗ മുഴുവനും കഞ്ഞി തിളച്ച് ചാടിയും പാല് തിളച്ച് തൂക്കിയും കറി മുഴുവൻ മറിഞ്ഞും ആകെ നാശക്കോട്ടയായിരുന്നു. എന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണ്ടേ? അത് ചെയ്യില്ല. ഞാനേ മനഃപൂർവ്വം എടുത്ത് മാറ്റിയതാ. കേടായി കഴിയുമ്പോ നിങ്ങൾ കൊണ്ടുപോയി റിപ്പയർ ചെയ്യോ? ഇല്ലല്ലോ. ആ, നീ ആദ്യം ഈ കുക്കർ എടുത്ത് അടുപ്പത്ത് വയ്ക്കേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കട്ടെ എന്ന് അതുങ്ങൾ അവിടെ വിശന്നിരിക്കാൻ വെച്ചതേ. അയ്യോ, വിശപ്പറിയാതെ ജീവിച്ചതല്ലേ ഇത്രയും നാളും, കുറച്ച് വിശക്കട്ടെ. എന്തോന്ന് കുശുമ്പാടി ഇത്? നിങ്ങളുടെ സൗകര്യം പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിലേ അങ്ങ് ചെങ്ങന്നൂര് പോയി എടുത്തോണ്ട് വാ. അവിടെ ഉണ്ടല്ലോ ഗ്യാസും സ്റ്റവും ഒക്കെ. അല്ല പിന്നെ ഇവിടെ ഞാൻ വെച്ച കടത്തിന് തൊട്ട് പോകരുത്. ആരെ ക്ഷണിക്കാതെ തെണ്ടിക്കറി വന്നിട്ടേ അവകാശം സ്ഥാപിക്കാൻ നോക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. നീയും തെണ്ടിക്കറി വന്നതല്ലേടി? എനിക്ക് നിനക്കൊക്കെ തുല്യ അവകാശം ഇവിടെ. ആ, അയ്യോടി, എന്ന് ആര് പറഞ്ഞു? തുല്യ അവകാശം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വാ. എന്റെ ഭർത്താവിന്റെ സ്വന്തം അമ്മാവന്റെ വീടായി. അമ്മാവനെ ചതിച്ചു കൊന്നിട്ട് സ്വന്തമാക്കിയതെന്ന് പറയടി. എന്നിട്ട് സ്വന്തമായോ? അതും ഇല്ല. നിങ്ങളുടെ മോനും കൂടെ ചേർന്നല്ലേ ഇത് ചെയ്തത്. അയ്യോ, ഇങ്ങോട്ട് താ. കലത്തേന്ന് വിടും, തിളച്ച് വെള്ളം ഇത്. അയ്യോ, നിങ്ങൾ ആദ്യം വിട്. കലം എന്റേതല്ലേ, നിങ്ങൾ എന്തിനാ കയറി പിടിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് തരാൻ. അയ്യോ, അയ്യോ, വിട് വിട്. എന്റെ പാത്രം ഇത്, ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? അയ്യോ, ഇങ്ങോട്ട് തന്നെ. വിടാടി. ഇങ്ങോട്ട് തരാൻ. അയ്യോ, എന്റെ കൈ. എന്റെ കാല്. അയ്യോ അമ്മേ, എന്റെ കാല് പൊള്ളി. അയ്യോ അമ്മേ, ഓടി വരണേ അമ്മേ. വയ്യ. അയ്യോ ചേച്ചി, കയ്യിലും കാലിലും കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കേ. നീ പോടി. വല്ല ഓയിന്റ്മെന്റ് എടുത്ത് തേക്ക് പോ. നിങ്ങളെ ഞാൻ ശരിയാക്കി. അമ്മേ, അയ്യോ കൈ. അവൾക്കേ കുറച്ച് കൂടുതലായിരുന്നു. ഇവിടുത്തെ ഹോട്ടലിൽ ഫുഡ് വലിയ കുഴപ്പമില്ലല്ലേ? പോകരി കയറുന്നുള്ളൂ. ഇവിടെ ആണ് ഇനി സ്ഥിര താമസമെങ്കിൽ നമുക്കിവിടെ നമുക്കിവിടെ ദാ
ആ മൂലയ്ക്ക് ഒരു മേക്ക് ഷിഫ്റ്റ് കിച്ചൺ ഉണ്ടാക്കാം. ഒരു ടേബിള്, ഒരു ഇൻഡക്ഷൻ കുക്കർ, ഒരു വാഷ് ബേസിൻ, ഒരു സിങ്ക്, കുറച്ച് പാത്രങ്ങൾ, ഇത്രയും മതി. അത് വേണ്ട ജെയിംസ് കുട്ടി, ഞാൻ ഇവിടുത്തെ കിച്ചണിൽ പോയി അവരുമായിട്ട് ഗുസ്തി പിടിച്ച് എന്തേലും ഉണ്ടാക്കാൻ നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദേവരാജ്. ഗ്ലാഡ് ടു മീറ്റ് യു. എന്തോന്ന് മീറ്റ് യു? ഇതൊരു വീടിന്റെ ലോബിയാ, അതറിയാവോ? ലീവിംഗ് റൂം പോലെ ഉപയോഗിക്കേണ്ട സ്ഥലം. അതെ, ഞങ്ങൾ ലീവിങ്ങിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കഴിക്കുന്നത്. ഇവിടെ ഇത് പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമല്ല. അതിന് താഴെ ഡൈനിങ് റൂമുണ്ട്, കിച്ചണും ഉണ്ട്. അല്ലെങ്കിൽ ആ റൂമിൽ കൊണ്ടുപോയി കഴിച്ചോണം. കിച്ചണിലൊക്കെ വലിയ തിരക്കും അടിപിടിയൊക്കെ എന്ന് കേട്ടു. അതിന് പെട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ആ ഓക്കെ ഓക്കെ, കൂൾ ഡൗൺ മാൻ. അതെ, നമ്മളൊക്കെ ബന്ധുക്കളല്ലേ. ഒരു ബന്ധു വേറൊരു ബന്ധുവിനോട് സംസാരിക്കുന്നത് ഇത്ര ക്രൂരമായിട്ടാണെങ്കിൽ ശത്രുക്കൾ നമ്മൾ സംസാരിക്കുന്നത് എത്ര ഭീകരമായിരിക്കും. ഇയാൾ ഞങ്ങളുടെ ബന്ധവും കുന്തോന്നും അല്ല. ഞങ്ങൾ നല്ല ഒന്നാന്തരം നായർ ഫാമിലിയാ. നിങ്ങളോ? ജാതി മതവും പറയരുത്. എനിക്കത് മാത്രം ഇഷ്ടമല്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. പ്രശ്നം തീർന്നല്ലോ. ഓ, പ്രശ്നം തീർന്നില്ല.